കുറെ നേരമായില്ല സേതുരാമയ്യനെ പോലെ നടക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ. ആ മുത്തുണ്ണനെ നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്താ പോരാ ചേച്ചി, അയാൾ ഇടിച്ചയാൾ കൂമ്പെടുക്കും ഞാൻ. അത് നീ എന്തോ ചെയ്യാം. പക്ഷെ മർദ്ദിച്ച് അവശനാക്കുന്നതിന് മുമ്പ് അണ്ണനോട് അനുനയത്തിൽ കാര്യങ്ങൾ ചോദിച്ചറിയണം. മുത്തുവണ്ണന് കൊച്ചമ്മ വല്യമ്മയായിരിക്കും. കൊച്ചമ്മ വല്യമ്മേ? കുഞ്ഞമ്മ എന്തോ നീ പറയുന്നത്? അല്ല, കുഞ്ഞെന്തോ നീ പറയുന്നത്? മുത്തുവണ്ണന് പ്രശോഭേട്ടന്റെ അമ്മ വലിയ അമ്മയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. അതെ, എന്റെ സ്വന്തം അമ്മയെ കാണുമ്പോൾ തന്നെയാണ് എന്റെ കൊച്ചമ്മയെ കാണുന്നത്. അത് നമുക്കറിയാം. പക്ഷെ നമുക്കറിയേണ്ടത് മറ്റൊന്നാണ്. അപ്പൊ മറ്റന്നാൾ പറയാം. മറ്റന്നാളല്ല, ഇന്ന് രാത്രി ഞങ്ങൾക്കറിയണം. എന്തോന്നറിയണം? സത്യം മാത്രം പറയണം. ശരി, സത്യം. നീ ചോദിക്കും. സത്യം എന്ന് പറഞ്ഞ സത്യം മാത്രം പറഞ്ഞാ മതി. സത്യം മാത്രമല്ലേ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരെ അമ്മ ഭയങ്കര ക്രൂരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് മുത്തുണ്ണൻ അറിയാം, അല്ലേ? അത് പിന്നെ പറ. ഞാൻ എല്ലാം പറയാം. എന്ന് പറ. പക്ഷെ ഒന്നും കൊച്ചമ്മ അറിയരുത്. ഇല്ല, അറിയില്ല. നമ്മളെ പറ്റി എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. അമ്മ അതിൽ എഴുതുമല്ലോ. എന്നാ പറ. എന്റെ മോന് മക്കളെ, എത്ര ദിവസത്തെ ഉറക്കളപ്പാടാ. കഷ്ടപ്പെട്ടിട്ട് ബുദ്ധി മുഴുവനും പോയിച്ച് ഞാൻ എഴുതിയ ആത്മകഥ ഏവരോ എടുത്തോണ്ട് പോയി. എനിക്ക് വയ്യ. എഴുതി എന്റെ കൈ ഒടിഞ്ഞ കേസാണ്. എനിക്ക് അറിഞ്ഞൂടാ. പോലീസിനെ വിളിക്കാൻ നോക്കിയാ? അല്ല, ഞാൻ അമ്മ എന്തെങ്കിലും ഇവിടെ നഷ്ടപ്പെട്ടോ? ആരെങ്കിലും എടുത്തോണ്ട് പോയെന്തേലും? എടാ മോനെ, അമ്മയുടെ മുറി മാത്രമേ കയറിയിട്ടുള്ളൂ. ഞാൻ ബാക്കിയൊക്കെ നോക്കി, വേറെ എവിടെയും കയറിയിട്ടില്ല. നമ്മളെ മുറിയിലൊന്നും കയറിയിട്ടില്ല. എന്നോട് വിരോധമുള്ള ഏതോ കള്ളനാണത് എനിക്കറിയാം. അല്ല കൊച്ചമ്മ, ഞാൻ രാവിലെ അടുക്കളയിൽ വന്നപ്പോ വാതിൽ തുറന്നു കിടക്കുന്നു. ഞാൻ വിചാരിച്ച് ലക്ഷ്മി കുഞ്ഞും സുരഭിയാണ് എടുത്തോണ്ട് പോയത്. അല്ല, നിങ്ങൾ രണ്ടുപേരും വന്ന് വാതിൽ തുറന്നാണെന്ന് വിചാരിച്ചു. ഞാൻ മുറ്റത്ത് നിന്ന് തൂക്കുമായിരുന്നു. അപ്പോഴാണ് അമ്മയുടെ നിലവിളി കേട്ടത്. ഞാൻ പിന്നെ ഇന്ന് അടുക്കളയോട്ട് അങ്ങോട്ടൊന്നും പോയതേ ഇല്ല. ഞാനും നിലവിളി കേട്ടിട്ടോ ഈ റൂമിലോട്ട് വന്നത്. കൊച്ചമ്മ, അപ്പൊ ഇവര് രണ്ടുപേരും അല്ല. ആരായിരുന്നാലും ശരി, നീ നോക്കിക്കോ. എന്റെ ദൈവമേ, ഇതെടുത്തോണ്ട് പോയ മറ്റേ തലയിൽ ഇടിത്തി വീഴണേ. കൊച്ചമ്മ, എന്തിനതൊക്കെ? ആരാ നീ? അവൻ നിന്റെ അളിയനോ? അമ്മ, അവരും മനുഷ്യരല്ലേ അമ്മ? അയ്യോ, മനുഷ്യരായതുകൊണ്ട് എന്റെ കഥയാണ് ഓട്ടിച്ചോട്ട് പോണ്ടത്. ഇതിനകത്തൊരു ലെറ്റർ ഇരിപ്പുണ്ട്. എന്താണ് മക്കളെ പ്രശോഭ വായിക്കുന്നത്? ബഹുമാനപ്പെട്ട സുഹാസിനി മാഡം, കറി പൗഡർ നിർമ്മാണ രംഗത്ത് എനിക്കൊരു ഇരട്ട പേരുണ്ട്, ചെങ്കൽ മാർട്ടിൻ. ആത്മകഥയിൽ എന്നെ പറ്റി മാഡം സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. അയ്യോ, കണ്ടാ, സത്യസന്ധമാണ്. ആത്മകഥ പുറത്തിറങ്ങിയാൽ എനിക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ആത്മകഥ ഞാൻ കൊണ്ടുപോകുന്നു. ഈ കത്ത് മാഡം വായിച്ചു കഴിയുമ്പോൾ ഈ ആത്മകഥ വെണ്ണീറാവുകയും വെറും ആത്മാവായി മാറുകയും ചെയ്യും. വെണ്ണീറാവുന്നോ? എന്തോന്നടാ അവന്റെ പേരെന്തോന്ന്? ചെങ്കൽ മാർട്ടിൻ. ചെങ്കൽ മാർട്ടിൻ. ദൈവമേ, ഈ ലോകത്ത് സത്യമൊന്നുണ്ടെങ്കിൽ ചെങ്കല്ല് തലയ്ക്ക് കൊണ്ട് തന്നെ ഈ പട്ടി ചാവും. നീ കണ്ടോ? ഒട്ടും ജീവനോട് രക്ഷപ്പെടില്ല. അവന്റെ കൂടെയുള്ളവർ നശിച്ചു പോകും. വിഷമിക്കണ്ട അമ്മ. അമ്മയുടെ മനസ്സിലുള്ള കഥയല്ലേ, അത് ആർക്കും മോഷിച്ചോണ്ട് പോകാൻ പറ്റൂലല്ലോ, അല്ലേ? അമ്മ ഇനി എഴുതമ്മ, നമ്മൾ സഹായിക്കണം. ഞാൻ എഴുതിത്തരാം. നമുക്ക് ഒന്നേന്ന് എഴുതാം. എഴുതാനിരിക്കുന്നു. നീയൊട്ട് എഴുതി തരികയും വേണ്ട, ഒന്നേന്ന് എഴുതാൻ ആരും സഹായിക്കുകയും വേണ്ട. അപ്പൊ ഇനി അമ്മ എഴുതില്ല. സുഹാസിനി അത്രയ്ക്ക് വിട്ടിയല്ലടാ. ഇതുപോലൊരു കോപ്പി റെഡിയാക്കി ഞാൻ എന്റെ ഓഫീസിലെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഉണ്ണിയാണ് അത് കൊണ്ടുപോയി വെച്ചത്. എന്താ? അയ്യോ, ബുദ്ധി അപാരം. സന്തോഷാശ്രു കൊച്ചമ്മ. അയ്യോ, സന്തോഷാശ്രു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം
യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.